ഒരാളെ രാവിലെ പപ്പ ഇറക്കി വിട്ടിട്ട് സിറ്റൊക്കെ പറഞ്ഞ് ഇരുത്തിയേക്കും കേട്ടോ. എടി എടി ഈന്തപ്പഴത്തിൻ്റെ കുരു നോക്കിയെടുത്ത് ചവയ്ക്കുന്നത്. നോ ഈന്തപ്പഴത്തിൻ്റെ കുരു നോക്കിയേ. നല്ല കുട്ടിയല്ലേ, അവിടെ ഇരുന്നേ. ഡീ സിറ്റ്. എൻ്റെ മടി കയറിയിരിക്കാൻ വേണ്ടിയാണ് നിറങ്ങി വരുന്നേ. ഉണ്ടോ ഇതുണ്ടോ കയറി വരുന്ന നോക്കി, കിടക്കാൻ നോക്കി. സാറാ കേട്ടോ, ഡൗൺ ഡൗൺ. സിറ്റി വരെ പോവാണ്. 2 ഡെയ്സി പ്ലാൻ ഉണ്ട് അയക്കാൻ വേണ്ടി. ഒന്ന് മലപ്പുറം, ഒന്ന് എറണാകുളം എന്ന് തോന്നുന്നു. പിന്നെ റോസയുടെ കമ്പുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ പയർ വിത്തുണ്ട്, ബീൻസ് വിത്തുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടെ അയക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് വ്യാഴാഴ്ച അല്ല, ഇന്ന് അയക്കുവാണെങ്കിൽ നാളെ അല്ല നാളത്തേക്ക് കിട്ടും. പിന്നെ ശനി ഞായറും വരുന്നുണ്ട്. അയച്ചു കഴിഞ്ഞാൽ ഡിലേ വരും. പ്ലാന്റ് ഒക്കെ അയക്കുമ്പോൾ നമ്മൾ ഡേറ്റ് നോക്കിയാണ് അയക്കുന്നില്ല. ഒരു ദിവസം ഡിലേ വന്നു കഴിഞ്ഞാൽ അത്രയും കൂടെ വാടുകയല്ലേ. നമ്മൾ അയച്ചതൊന്നും ഇതുവരെ ഒരു കംപ്ലൈന്റ് ആയിട്ടില്ല. പിടിച്ചിട്ട് 3-4 ഫോട്ടോ ഒക്കെ കിട്ടി. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമുക്ക്. അപ്പം പിന്നെ എൻ്റെ മുടിയും കൊണ്ടൊന്ന് ഷേപ്പ് ആക്കണം. വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണം. 8 മണിക്കാണ് ബസ് നമുക്ക്. രാവിലെ അവിടെ 7 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലും. നയനാടഹള്ളി അവിടെ ചെന്നിട്ട് അവിടുന്ന് മെട്രോ കയറി കോളേജിൽ പോകണം. ഇതാണ് പ്ലാന്. അപ്പോൾ പോയി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇത്തിരി പലഹാരമൊക്കെ മേടിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ടായാലും തീർന്ന്. കൂട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടല്ലേ? എല്ലാവരും കൂടെ അല്ല കഴിക്കുന്നത്. ഒരുപാടൊന്നും മേടിക്കാനില്ല. 2 ചിപ്സോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാം കേട്ടോ. സ്ഥലത്തിന്റെ ഒക്കെ പേരൊരു ഹള്ളി കൂട്ടിയല്ലേടാ? ഹള്ളിയാ, ഹള്ളി കൂട്ടിയ. അതുപോലെ സംസാരിക്കുന്നതിന്റെ എല്ലാം അവസാനം ഹൂ വരും. ഹൂവോ? കുറച്ചെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അറിയാവോ ഒരു ശകലെങ്കിലും? കന്നഡ ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക്. ഉണ്ടല്ലേ? കണ്ണിലോട്ട് വെയിലടിക്കുന്നു. അപ്പം കൊറിയറൊക്കെ അയച്ചു. മുടിയും വെട്ടി താടി ട്രിമ്മൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പം ഇന്നലത്തെ അല്ലെ മിനിങ്ങാത്ത വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ മാളക്കുട്ടിക്ക് ചെരുപ്പ് മേടിക്കുന്ന ടൈമിൽ അമ്മ ഒരു ബാഗ് എടുത്തിട്ട് അത് തിരിച്ച് വെക്കുന്നുണ്ട്. അത് നോട്ടിഫൈ, നമ്മുടെ വീഡിയോ കാണുന്നവർ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്റ്റിക്കറും ഒരു ടൈപ്പ് ചെയ്ത് ലെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആള് എൻ്റെ വലിയ പൈസ ഒന്നും ഇല്ല. അതായത് ഞാനിപ്പം ബാംഗ്ലൂർ പഠിക്കാൻ പോയ പിന്നെ എൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ അവിടുത്തെ. അപ്പം ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എൻ്റെ വലിയ പൈസ ഇല്ലെന്നൊക്കെ ഓർത്തിട്ട് എന്നോട് വെച്ച് പറഞ്ഞു ഇനിയും അമ്മ മേടിക്കാം, അതുകൊണ്ട് അതവിടെ വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. പക്ഷേ ആൾക്ക് ഒട്ടും മനസ്സിലാതാണ് വെച്ചത്. ആ വീഡിയോ കണ്ടവർക്കറിയാം. 2 വട്ടം പറയുന്നുണ്ട് എനിക്കിത് ഇഷ്ടപ്പെടുന്നു. അപ്പം എൻ്റെ അമ്മ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് അമ്മയ്ക്ക് കൊടുക്കണം പോകുന്നതിന് മുമ്പ്. അപ്പം ഇപ്പം 3:30 4 മണിക്ക് 4:45 നമുക്ക് ബസ്. അതിന് മുമ്പ് പറ്റുവാണെങ്കിൽ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോകണം. ഏതായാലും ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയല്ലോ, ഒരു ആഗ്രഹം പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ? നമുക്കതല്ല ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പേരൻസിനെ ഹാപ്പി ആയിട്ട് വെക്കുക, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. വിളിച്ചോ? എവിടെ എത്തി? വന്നേ നോക്കട്ടെ. ഇത് എന്നാ എടുക്കുവാ? ഞാന് 2 ദോശ കഴിച്ചു, ഒരു കട്ടൻ ചായയും ബ്രെഡും കഴിച്ചു. ആണോ? ഇവിടെ അടുത്ത ഒരു പാട്ടിന് പരിപാടി നടക്കുന്നത്. സൗണ്ട് കേക്കാ ഇവിടെ. എന്നാ ചെയ്യണ്ടേ? കൊച്ച് അമ്മേനെയും ഉപ്പനെയും കൂട്ടിക്കൊണ്ട് മിറ്റത്ത് ലൈറ്റ് ഇടണം. എന്നിട്ട് ബൈക്കിന്റെ ബാഗില്ലേ, ബൈക്കിന്റെ ബാഗിനകത്ത് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. 3 രൂപ പോയി എടുത്തോ? എടുക്കട്ടെ. എടുത്തിട്ട് കണ്ടിട്ട് വിളിക്കുക. അത് പറയാനാണോ വിളിച്ചേ? അത് പറയാനാ വിളിച്ചേ. കണ്ടിട്ട് വിളിക്കാം. ശരി, ടാറ്റ. എന്നാ പോയി നമുക്ക് കാണാം. ബൈക്കിന്റെ ബാഗിനകത്തൊന്ന് മുടി വെട്ടാൻ പോയാ. അത് കഴിഞ്ഞ് ബൈക്ക് കൊണ്ടുവച്ചാ ഞാനും പിന്നെ എടുത്തില്ല. എന്തോ വില പിടിപ്പുള്ളൊരു സംഭവമാണ്, മോളമ്മയ്ക്കുള്ളതാണ്. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണാനായിട്ട്. അതെ, നമുക്കൊരാകാംക്ഷയല്ലേ അങ്ങനെ പറയുമ്പോ. ഞാൻ തന്നെ ഓടണം. പോയി നോക്ക എന്നായാലും.
വെട്ടമുണ്ടോ അങ്ങോട്ട് ഇറങ്ങിപ്പോയ കാണാൻ? അവന് ക്യാമറയിൽ കൂടെ കാണാമേ. ആ അത് ശരിയാട്ടോ. നീ അമ്മ പോയി എടുക്കുന്നതൊക്കെ പോയി എടുക്ക്, എന്നിട്ട് പോയി എടുത്തോണ്ട് വാ. അവിടെ വെട്ടമില്ല, ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യേ. ഞാൻ എടുത്തോണ്ട് വാ. എന്നതാണോ? ആ വണ്ടിയൊക്കെ കയറ്റി വെച്ച് പടുതായം കൂടെ ഇട്ടാലേ അല്ലെ മഞ്ഞ് വീഴും. എന്നതാ അത്? എന്നാന്ന് ഒരു പിടിയില്ല. ചടങ്ങുന്നൊക്കെ ഉണ്ട് എന്നാണെങ്കിലും. ചളങ്ങുന്നുണ്ടെന്ന്. പപ്പായും കൂടെ കയറി വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. തുറന്നു നോക്കാം. എന്നതാണോ? താലി ഷോപ്പിലെ കവറാ. ആ എന്നാന്ന് നോക്കട്ടെ. നമുക്ക് നോക്കാം. ഡിസ്പ്ലേപ്പറൊക്കെ പൊട്ടിട്ടുണ്ട് കേട്ടോ. ആണോ? ഇവിടെ കള്ള അത്രയൊക്കെ ചെയ്തോ? എനിക്കുള്ളതാണെങ്കിലും പൊട്ടൊന്നും പൊട്ടിക്കട്ടല്ലേ. അങ്ങോട്ടേക്ക്. ബാഗ്. ദൈവമേ മതി. അയ്യോടാ. ഇത് കഴിഞ്ഞ ദിവസം മാളക്കുട്ടിക്കേ ചെരുപ്പ് മേടിക്കാൻ പോയപ്പോ ഈ ബാഗ് അവിടെ കിടക്കുക. അന്നേരം ഞാൻ ഇതിന്റെ ഒരു കറുത്ത ബാഗ് ഇതും ഉണ്ടായിരുന്നു. ഇതും അത് തന്നെയാ. ആണോ? അന്നേരം ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുമായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ ഒരെണ്ണം നോക്കി ഓടിപ്പോയി അത് എടുത്തു. ഞങ്ങളുടെ സ്വഭാവം കടയിൽ കയറിയിട്ട് ഇഷ്ടമുള്ളത് എന്താണോ ആ സാധനത്തിൽ പിടിച്ചിട്ട് മേടിക്കാതെ അവനത് ശ്രദ്ധിച്ചു, അവനെടുത്ത് കൊടുക്കുക. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു, ഇപ്പം വേണ്ട പിന്നെ മേടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നതാ. അങ്ങനെയല്ല, പിന്നെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും കടയിൽ കണ്ടാലൊന്നും എനിക്ക് അങ്ങനൊന്നും ഇഷ്ടം തോന്നിയില്ല കേട്ടോ. അങ്ങനെ അതും പൈസ കളയുന്ന ടീമല്ല ഞാൻ. കുറേശ്ശൊക്കെ നമ്മുടെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് കണ്ടപ്പം ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സിറ്റിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ പൊന്നും മേടിച്ചിട്ടൊന്നും വായിച്ച് മുഴുത്ത ബാഗ. അന്നേരം ഒരു ഫോണും പേഴ്സും വെക്കാൻ വേണ്ടി മാത്രം അത്രയും വലിയ ബാഗ് നമ്മൾ സിറ്റിക്കൊന്നും പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, കൊണ്ടുപോകണം. പക്ഷെ എൻ്റെ മനസ്സ് അറിഞ്ഞ് എൻ്റെ മോന് അവിടെ വെച്ചിട്ട് വന്ന സാധനം മേടിച്ചോണ്ട് വന്ന് എന്നെ കാണാതെ ബൈക്കിന്റെ ബാഗിലൊക്കെ വെച്ച് സങ്കടപ്പെടുന്നൊന്നുമില്ല. ഞങ്ങളുടെ സ്വര കിളറിയെന്ന് വീളല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആണോ? പപ്പ വെള്ളം വന്നേക്കുന്നോണ്ടേ വെള്ളം വന്നേ, വെള്ളം നോക്കാനായിട്ട് കുട്ടികളുടെ അപ്പുറത്തോട്ട് പോയി. അന്നേരം മോനൊരു ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ. എൻ്റെ മനസ്സറിഞ്ഞ് മേടിച്ചോണ്ട് വന്നേ. പിന്നെ കുമളി വന്ന് ബസ് ഇറങ്ങി അവന് ചായ കുടിച്ചിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ഒക്കെ നല്ല തണുപ്പാണ്. ഇപ്പം ശബരിമല സീസണൊക്കെ കഴിഞ്ഞു, എങ്കിലും അയ്യപ്പന്മാര് വന്നും പോയൊക്കെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. വീട്ടിലോട്ടൊക്കെ പോകാനായിട്ടേ നല്ല തിരക്കും കാര്യങ്ങളുമാണ്. ബസ് വന്നില്ല. ബസ്സിന് പേര് വിഘ്നേശ്. ഞങ്ങള് നേരത്തെ പോയ ബസ് തന്നെയാണ്. അതൊരു 8:15 ആകുമ്പത്തേനാണ് വരുന്നത്. 8:15 ആകുമ്പത്തേനാണ് അത് വരുന്നത്. അതിന് കയറി പോയാൽ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പത്തേനും അവിടെ ചെല്ലും. സമയം കൃത്യം എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങോട്ടും താമസിച്ചൊക്കെ ചെല്ലുന്നത്. നമുക്ക് ഓട്ടോ ഉണ്ടായിരുന്നപ്പോ ഓട്ടോ ഓടിക്കാൻ പൊക്കോണ്ടിരുന്നപ്പോ എന്ന് എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പോകുമായിരുന്നു, ഉറക്കത്തി എഴുന്നേപ്പിച്ച്. അപ്പൊ ഇഷ്ടംപോലെ പൈസ കിട്ടുമെന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ. എനിക്കൊരു പേഴ്സ് ഉണ്ടേ. ആ പേഴ്സ് ഞാൻ ഇങ്ങനെ എൻ്റെ അകമൊക്കെ ശാലൊക്കെ വിടാൻ തുടങ്ങി. എന്നിട്ടും അത് ഞാൻ കളയല്ല. കാരണം എന്താ പറയുക, അതിൽ ഇഷ്ടംപോലെ പൈസ കയറി ഇറങ്ങും. ഇച്ചിരി പൈസ കയറിയാലും അതങ്ങനെ എന്തോ ഒരു ആവശ്യമൊക്കെ നമ്മൾ എടുക്കും. എങ്കിൽ പോലും അതിൽ പൈസ കയറി ഇറങ്ങി നിൽക്കും. അതുകൊണ്ട് ഞാൻ ആ പേഴ്സ് കളയാതെ വെച്ചേക്കുവാണ്. അതുപോലെ കൊച്ചൊരു 1 രൂപ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥിച്ചിങ്ങി കൊണ്ടുപോവാ. ഞാൻ ഇതിനകത്ത് ഇടാം. എന്നിട്ട് പൈസ എങ്ങാണ് ഇതിൽ കയറാതെ വന്ന അയ്യോ എത്ര കള്ളി ഉണ്ടോ അതിന്? ഇതിന്റെ അകത്ത് ഒറ്റയൊരു കള്ളി ഇടുന്നുണ്ടോ? പിന്നെ പുറത്തൊരു ചെറിയ ഇതുണ്ടോ, അത് മതി. നമ്മളിവിടെ അടുത്തൊക്കെ പോകുമ്പോഴേ നല്ല സിറ്റിക്ക് പോവോ ആശുപത്രിയിൽ പോവോ കട്ടപ്പനയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോഴേ ഇതിന്റെ ആവശ്യമുള്ളൂ. അത്യാവശ്യം ബാഗൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇച്ചിരി കൂടുതലാണ്. പിന്നെ എല്ലാവരുടെയും തോളെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആഗ്രഹം കൊച്ചിന് വേണം. എനിക്ക് വേണ്ട. ഞാൻ ഇങ്ങനത്തെ ഈ ഒത്തിരി നീട്ടമുള്ള അങ്ങ് ഇടിയല.
എനിക്ക് മറ്റേ സൈസിലും ഉണ്ടല്ലോ ചതുരത്തിയിരിക്കുന്ന ഒരു പെട്ടി പോലത്തെ, എനിക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. നേരത്തെ എനിക്കിങ്ങനെ ബാഗൊന്നും ഇടുന്ന വലിയ ഇഷ്ടമില്ലേ. ഇപ്പൊ അത് തോളെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ശീലം. അത് ഇഷ്ടം പോലെ നീട്ടാന്നെ കൂട്ടാ വള്ളി. അതെ, ഇത്രയും നീളമുണ്ട് കേട്ടോ. അല്ല ഇനിയും നീട്ടാ. ഇനി നീട്ടാം. ഇന്നലെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ മോനെ ഒന്ന് വിളിക്കട്ടെ, ബസ് കയറുന്നതിനിപ്പുറം മോനെ വിളിക്കട്ടെ. ആ വിളിക്കാൻ ഫോൺ എടുത്തോണ്ട് വാണ്ട് ചേട്ടായുടെ കട്ടിലേക്ക് കിടക്കുന്നു. വിളിക്കുന്നില്ലല്ലോ. വിളിച്ചു നോക്ക്. ഹലോ എടാ കള്ളാ, നീ വലിയൊരു സർപ്രൈസ് ആണല്ലോ തന്നത്. ഇഷ്ടപ്പെട്ടു. എന്നൊരാഗ്രഹം പറഞ്ഞാൽ മേടിച്ചു തരാതെ പോകാതിരിക്കാൻ പറ്റും എനിക്ക്. ഇവിടെ സങ്കടമൊക്കെ വന്നായിരുന്നു ഞങ്ങക്ക്. ഞാൻ ബക്കറ്റ് ഒന്ന് നിർത്തട്ടെ. അത് തിരിച്ചു വെക്കുന്നുണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതാണ് പിന്നെ അത് മേടിച്ചു പോയി. ആണോ? അത് നല്ല കളറുവാ, ഇഷ്ടപ്പെട്ടു, നല്ലതാ. ആണോ? ഞാനുള്ളിടത്തോളം കാലം എന്റെ അമ്മ ഒരു സാധനം അടിച്ച് തിരിച്ചു വെക്കാണ്ട് വരികയല്ല. അയ്യോ അയ്യോ അയ്യോ. ഇനി സമയമില്ല, അരമണിക്കൂർ കൊണ്ടേ ഉള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോ അങ്ങോട്ട് നടന്നു പോകുന്ന ശ്രദ്ധിക്കും. ആണോ? കാണത്തില്ലല്ലോ, ഇരുട്ടാ. ബസ് സ്റ്റോപ്പിൽ എന്താ കൊള്ളാൻ നല്ലതാ, ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് തന്നെ ഞാനാ എടുത്തു തന്നെയല്ല നീ എടുത്തോണ്ട് വന്നത്. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എടുത്തിട്ട് അവിടെ തൂക്കിയിട്ടിട്ട് പോന്നതാ. കൊച്ചു തരാനാ പറഞ്ഞ. ഇതിനകത്ത് ആദ്യമായിട്ട് ഇടാനായിട്ടേ പൈസ കയറോ ഇല്ല നമുക്ക് നോക്കാം. എന്താ തിന്നേ? ആ, വെള്ളമൊക്കെ കുടിക്കണേ. കേറുന്ന അന്നേരം തലയൊക്കെ മൂടി അങ്ങ് കിടന്നുറങ്ങിക്കോ, കാറ്റ് കയറാതെ. ചുമക്കുമല്ലേ? വേറെ ആളുണ്ടോ അങ്ങോട്ട് പോകാൻ? ഞങ്ങള് കഴിച്ചില്ല, എന്നാ ഇപ്പൊ 7:45 ഉള്ളൂ. വേറെ ആൾക്കാരുണ്ടോ ആ ബസ്സിന് കയറാനായിട്ട്? വേറെ ആൾക്കാരുണ്ടോ നിന്റെ കൂടെ പോകാൻ? ആണോ? ഇനിയിപ്പൊ അധികം സമയം ഇല്ലല്ലോ. 8:15 വരുന്നേ. അറിയില്ല, നോക്ക്. ഞാൻ നോക്കിട്ട് വിളിക്കാം. ബസ് കയറിട്ട് വിളിക്കാം. ശരി, ടാറ്റ. ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. ശരി. അയ്യോ, എന്നാ ഞാനൊരു ചൂത്തരം കൂടി എടുത്തോണ്ട് വരാ. ദൈവമേ, ഇത് പൊലിച്ചു വരണേ. എൻ്റെ കൊച്ചിൻ്റെ കുടുക്കേന്ന് എടുത്തോണ്ട് വന്നതാ. അവിടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഓഹരി എനിക്ക് തന്ന് എൻ്റെ ബാഗി വെക്കാൻ തന്നതാണ്. അന്നേരം ഈശ്വരൻ ഇതിന് ഒത്തിരി പൈസ കയറ്റട്ടെ. ഇവിടെ കിടക്കട്ടല്ലേ? പൈസ ഇഷ്ടം പോലെ കയറണല്ലേ, അമ്മ ചൂട്ട് വെച്ചടിക്കും. ഇനിയിപ്പോ കൊച്ചിനെ വഴക്ക് പറയണ്ടല്ലോ എന്നോർത്തോണ്ട് ചേച്ചി ചേട്ടായി 50-100 ഒക്കെ തരും. എന്നറിയോ? വെച്ചോമ്മ എന്നോർത്തോണ്ട്. ഇല്ല പൈസ കയറിയില്ല, കൊച്ചിന് പണി കിട്ടുക. സത്യ ചേട്ടായി വേണം പൈസ ഇച്ചിരി കൊടുക്കും കേട്ടോ. എന്നെ വല്ല പറഞ്ഞാലോ ഓർത്തിട്ട്. പിന്നെ പറയുവാണ്, ഒത്തിരി സന്തോഷമായി കേട്ടോ. എന്റെ മോന്റെ മനസ്സ് ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. എല്ലാം കഴിച്ചിട്ടൊക്കെ കേറി പോവായിരിക്കും ഇപ്പം അല്ലേ? കടൽ കൺമഷി പോലെ കനവിൽ പിൻവിളി പോലെ